ഒടുക്ക റീനാമ്മ തന്നെ എന്റെ കാല് പിടിക്കാൻ വരേണ്ടി വരും. ഞാനുള്ള കാര്യം പറഞ്ഞപ്പോ ഈ പെണ്ണുമ്പിളയ്ക്ക് വിശ്വാസമില്ല. എന്റെ കണ്ണി കണ്ട കാഴ്ച ഈ റീനാമ്മയുടെ കണ്ണിലൂടെ കാണിച്ചു കൊടുക്കണേ എന്റെ കർത്താവേ. കർത്താവെല്ലാം കേൾക്കുന്നുണ്ട് മന്ദാകിനി ചേർത്തി, നമുക്ക് പരിഹരിക്കാം. ഇതെന്താ എല്ലാരും ഓഫായിട്ടിരിക്കുന്നെ? ആർക്കൊരു മിണ്ടാട്ടവും ഇല്ലല്ലോ. ആരവില്ലാത്തോണ്ട് ഒരു രസവും ഇല്ല. ശരിയാ, അവൻ കൂടെയുള്ള യാത്രകള് രസകരമായിരുന്നു. തമാശകൾ മാത്രമല്ല അവൻ കൂടെയുള്ളപ്പോ നമ്മൾ അനുഭവിച്ചത്. അവൻ നമ്മുടെ കൂടെയുള്ള ഓരോ നിമിഷവും നമുക്ക് ത്രില്ലിംഗ് ആയിരുന്നു. അവനെ പോലീസ് കണ്ടു കാണുവോ, രുദ്രന്റെ ആളുകൾ പിടികൂടുവോ, ആ ടെൻഷനോടെ ആയിരുന്നല്ലോ നമ്മുടെ ഓരോ യാത്രയും. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ, ആരും നമ്മളെ തേടി വരില്ല. ആരവ് നമ്മുടെ കൂടെ ഇല്ലല്ലോ. ആരവ് കൂടെയില്ലാത്തോണ്ട് നല്ല ബോറടി തോന്നുന്നുണ്ട്, അത് സത്യം. അവൻ എവിടെ പോയതാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവനെവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ. അല്ല, എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നീ ഇപ്പോ എന്റെ തോള് തട്ടിയായിരുന്നോ? ഞാനോ? ഞാൻ തൊട്ടത് പോലുമില്ല. പിന്നെയാണോ തോള് തട്ടുന്നത്? ബിസ്ക്കറ്റിന്റെ നല്ല മണം. അയ്യോ, താഴെ പോയല്ലോ. ഇതാരോ ഇതിനിടയിൽ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയത്? ഷൈനി, നീ കാണിച്ച ശരിയായില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് ബിസ്ക്കറ്റ് തരുമായിരുന്നല്ലോ, അതിനെന്തിനാ കൈയിട്ട് വാരിയേ? മേഹേ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എനിക്ക് നിന്റെ ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. നിനക്ക് ആവശ്യമുള്ള എടുത്ത് കർമ്മൂറ തിന്നു കഴിഞ്ഞല്ലോ. ഇതാ മേഘയുടെ കുഴപ്പം. ഇവളുടെ സ്നാക്സ് എടുത്ത് കഴിക്കുന്നത് ആരവാണെന്ന് പറഞ്ഞ് അവനോട്ടായിരുന്നു ബഹളം. ഇപ്പൊ ഷൈനിയോടായോ? മേഘേ, നിന്റെ ബിസ്ക്കറ്റ് ആരെടുത്താലെന്താ? ഇതൊക്കെ നമുക്കുള്ളതല്ലേ. ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടി വഴക്കിടാതെ. മേഘേ, ഷൈനി അല്ല ഞാനാ എടുത്തേ. അയ്യോ, ഇനി ഞാൻ കാരണം ഇവരൊക്കെ തമ്മിലടിക്കുമല്ലോ. എന്താ ഇവിടെ നിർത്തിയേ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, ACP ഓഫീസ് എത്തി. എല്ലാരും ഇറങ്ങിക്കോ. അതിനിടയ്ക്ക് ഇവിടെ എത്തിയോ? വൃന്ദേ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ACP ഒന്ന് അറിയിക്കണമെങ്കിൽ നീ തന്നെ മനസ്സ് വെക്കേണ്ടി വരും. എല്ലാം നിനക്കറിയാലോ. നീ കാര്യമായിട്ട് ACP പിടിച്ചോണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. ACP ഒരു പ്രത്യേക ടൈപ്പാ. അയാളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നമുക്ക് ACP ആയിട്ട് സംസാരിച്ച് നോക്കാം. നിങ്ങൾ വാ. നോക്ക്, സാർ, അതെ 5 സുന്ദരികൾ വരുന്നു. ഡോ, ഈ പിള്ളേരെ കണ്ടപ്പോ താനെന്തിനാണോ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നത്? അല്ലാതെ പെൺപിള്ളേരെ കാണുമ്പോ തന്റെ ഈ തുള്ളിച്ചാട്ടുണ്ടല്ലോ, അതത്ര നല്ലതൊന്നും അല്ല. സാറ് തെറ്റിദ്ധരിക്കണ്ട. 5 സുന്ദരികൾ നമ്മുടെ കേസിന് സഹായിക്കുന്ന എന്തോ സംഗതി കൊണ്ടാ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്നാ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇതേതോ പുതിയൊരു കേസുമായിട്ടുള്ള വരവാ. വരട്ടെ. നമസ്കാരം സാർ.
ദേ നമ്മുടെ ACP സാർ നമ്മളാണ്ട് ഒളിച്ചു വെക്കുന്നു. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഹായ്